ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആക് ഫയൽസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയൊരു കിടക്കാച്ച വീഡിയോ കണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് എന്നൊരു കിടക്കാച്ച ടൂൾ നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്, ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൂളിൻ്റെ കൂടുതൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ തേർഡ് ചാനലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സെക്കൻഡ് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതിൽ 100ഓളം വീഡിയോസ് ഉണ്ട്. ഓക്കെ, ചാനലൊന്ന് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇപ്പോൾ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആയത് കാരണത്താലാണ് ഇതിലിടുന്നത്. ഓക്കെ, അപ്പോൾ ലിനക്സ് ഉള്ളവരിൽ എല്ലാവരുടെയും ഇതിലുള്ളതാണ് സെറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. കണ്ടോ, ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ യൂസറിൻ്റെ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ടൂൾ അങ്ങ് ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ ഈ ടൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോട്ട് ഓഫ് അറ്റാക്കിംഗ് മൊഡ്യൂൾസ് ഉണ്ട്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് തന്നെയാണ്. ബട്ട് ഗൈസ്, ഇതിൽ അൺഫോർച്ചുനേറ്റ്ലി ഇത് കുറച്ച് മുന്നേ ഇതിൽ അനോണിമസ് ആയിട്ട് SMS അയക്കാവുന്ന വീഡിയോ ടൂൾ ഉണ്ടായിരുന്നു ഇതിൽ. ആ മൊഡ്യൂൾ എടുത്ത് അവർ കളഞ്ഞിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ വന്ന സമയത്ത്. ഓക്കെ, അതിലെന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളുണ്ട്, ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് കുറച്ച് ബഗ്ഗി ആയിരുന്നു, അത് വർക്കിംഗ് അല്ലായിരുന്നു. ആദ്യം വർക്കിംഗ് ആയിരുന്നു. പിന്നെയുള്ള ഓപ്ഷൻസിലൊക്കെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പൈസ കൊടുത്തിട്ട് അയക്കുന്നതാണ് SMS അനോണിമസ് ആയിട്ട്. എനിവേ, നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അനോണിമസ് മെസ്സേജ് അയക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ടൂളിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു കിടിലൻ ലോഗോ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് സെറ്റ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് കെന്നഡി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ ജസ്റ്റ് ലുക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ മെനു കാണാൻ കഴിയും. അപ്പോൾ എടുക്കുന്ന സമയത്ത് തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്സ്, പെനിട്രേഷൻ ടെസ്റ്റിംഗ്, ഫാസ്റ്റ് ട്രാക്ക്, തേർഡ് പാർട്ടി മൊഡ്യൂൾസ്, അപ്ഡേറ്റ് ദ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പോൾ ഈ ടൂളിനെ കുറിച്ച് കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ടൂളാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ 1 അടിച്ച സമയത്ത് ഇതിൽ തന്നെ കുറേ ഉണ്ട്. സ്വിയർ ഫിഷിംഗ് അറ്റാക്ക് വെക്ടേഴ്സ്, വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടേഴ്സ്, ഇൻഫെക്റ്റീഷ്യസ് മീഡിയ ജനറേറ്റർ, അങ്ങനെ കുറേ ഉണ്ട്. മാസ് മെയിലർ അറ്റാക്ക്, അഡ്രീനോ ബേസ്ഡ് അറ്റാക്ക് വെക്ടർ, പിന്നെ QR കോഡ് ജനറേറ്റർ അറ്റാക്ക് വെക്ടർ ഉണ്ട്. ഇതെല്ലൊരു മെത്തേഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഇതെന്താ വെച്ചാൽ ഉണ്ടാവുക, അതായത് ഇപ്പോൾ ഒരു QR കോഡ് അങ്ങ് ജനറേറ്റ് ആകും. അപ്പോൾ അത് സ്കാൻ ചെയ്താൽ നമ്മൾ ഏത് ലിങ്കാണ് കൊടുക്കുന്നത് അതിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിഷിംഗ് ലിങ്ക് കൊടുക്കാം. നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ട്രിക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് സ്കാൻ ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ നേരെ ഫിഷിംഗ് ഇതിലോട്ട് പോകും. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലിങ്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ www.google.com എന്ന് കൊടുത്തു. ഓക്കെ, എൻ്റർ ദ URL യു വാണ്ട് ടു QR കോഡ് ജനറേറ്റഡ് അണ്ടർ. ഓക്കെ, ഇതിൽ QR കോഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു PNG ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിലോട്ട് പോയാൽ മതി, നിങ്ങൾക്ക് ടൂൾ QR കോഡ് കിട്ടുന്നതാണ്. ഓക്കെ, കഴിഞ്ഞാൽ എൻ്റർ അടിക്കുക. അപ്പോൾ അതിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു വിൻഡോ എടുക്കുക, എന്നിട്ട് CD എന്ന് അടിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അറിയില്ലെങ്കിൽ നമ്മുടെ A to Z തെർമക്സ് ബേസിക് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലിനക്സ് ആണെങ്കിലും ഏതാണെങ്കിലും ലിനക്സ് ആണ്, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നോക്കി പഠിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലിനക്സിൻ്റെ ബേസിക് കോഴ്സ് വേണമെങ്കിൽ പറയാം, നമുക്ക് ജസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ കുറേ അറ്റാക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ എഞ്ചിൻ ടൂൾ കിറ്റ് മൊഡ്യൂൾസ് മെനു. ഓക്കെ, ഇതാകണം റാറ്റ്, ഗൂഗിൾ അനലിറ്റിക് അറ്റാക്ക് ബൈ സോൺസ് ഒക്കെ, അങ്ങനെ കുറേ അറ്റാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂളൊന്ന് കാണാൻ പോവുകയാണ് നമ്മൾ. പിന്നെ ഇതിൽ കുറേ മാസ് മെയിൽ അറ്റാക്ക്, പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെംപ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ക്രിയേറ്റ് എ പേലോഡ് ആൻഡ് ലിസണർ, നമ്മൾ മെറ്റസ്പ്ലോയിറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള സംഭവമാണ്. ഓക്കെ, ഇപ്പോൾ പിന്നെ ഞാൻ അടിച്ച് പുറത്തോട്ട് വരാം. ഓക്കെ, ഇപ്പോൾ പെനിട്രേഷൻ ടെസ്റ്റിങ്ങിലോട്ട് പോകുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് SQL റൂട്ടർ, അങ്ങനെ കുറേ ടൂൾസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു കിടിക്കാച്ചി ടൂളാണ്. ഇതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്.
ഓക്കെ, ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾക്കിലോട്ട് തന്നെ വരാം. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചു തരണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഷിങ് നോക്കാം. ഓക്കെ, ഫിഷിങ് ക്രിയേറ്റ് എ ഫയൽ, സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെംപ്ലേറ്റ് ഉണ്ട്, 3 നിൽക്കാം. ഓക്കെ, 3 നിൽക്കുന്ന സമയത്ത് 3 സംഭവങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ക്രിയേറ്റ് എ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെംപ്ലേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് ഓതർ നെയിം അടിക്കാൻ പറയുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ എൻ്റെ ഒരു ബോഡി മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അടിക്കേണ്ടത് വെച്ചാൽ അടിക്കുക. ഓക്കെ, ഇവിടെ 3 ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഓതറാണ് അടിക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് ഓഫ് ഫീമെയിൽ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ അടിക്കുക, എന്താണോ നിങ്ങൾക്ക് ആളെ പറ്റിക്കേണ്ടത് വെച്ചാൽ അയക്കുക. അത് സെറ്റ് SRC ടെംപ്ലേറ്റ്സിൽ ഉണ്ടാകും. ഓക്കെ, എത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ Ctrl+C അടിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇതിലോട്ട് വരുന്ന സമയത്ത് പിന്നെ മാസ് മെയിലർ അറ്റാക്ക് ഉണ്ട്. മാസ് മെയിലർ അറ്റാക്കിലോട്ടൊന്ന് പോകാം. 5 അടിക്കുന്ന സമയത്ത് മാസ് ഇമെയിൽ അറ്റാക്ക്, സിംഗിൾ ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ മാസ് അറ്റാക്കും ഉണ്ട്. അത് മറ്റേ SMS ഫോമിൻ്റെ മാതിരി ആയിരിക്കും. സെൻഡ് ഇമെയിൽ ടു എന്നുണ്ട്. ഓക്കെ, ഞാൻ മാക് ഫയൽസിലോട്ടൊന്ന് അയക്കാം. മാക് ഫയൽ gmail.com, യൂസ് ചെയ്യുക Gmail അക്കൗണ്ട് ഫോർ യുവർ Gmail അക്കൗണ്ട്. അപ്പോൾ ഒന്നടിക്കാം. അപ്പോൾ പിന്നെ യൂസ് യുവർ ഓപ്പൺ സെർവർ ഓർ ഓപ്പൺ റിലേ എന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ പറയാം. നമുക്ക് SMTP സെർവർ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് ഇത് വിചാരിച്ചിട്ടുള്ളത്. കാര്യം നിങ്ങൾക്ക് ഈ ടൂളിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരിക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വേണം, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നതാണ്. യുവർ Gmail അഡ്രസ്സ്, ഇത് Gmail അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, gmail.com. ഓക്കെ, ദ ഫ്രം നെയിം ദ യൂസർ വിൽ സി. യൂസർ സി ചെയ്യുന്ന നമ്പർ നെയിം ചോദിക്കുന്നുണ്ട്. ഞാൻ ആസ്ട്ര എന്ന് കൊടുക്കാം. ഇമെയിൽ പാസ്വേഡ്, ഷീറ്റ് ഇമെയിൽ പാസ്വേഡ് ചോദിക്കുന്നുണ്ട് ഗൈസ്. അത് സീനാണ്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഇതാണ്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ളൊരു മിനി ഫിഷിംഗ് ആയിരിക്കും മേ ബി. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യാൻ പറയാനുള്ളത് നിങ്ങൾ ഫേക്ക് ഇമെയിലൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, എവിടെയാണെങ്കിൽ പോലും കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് SMTP സെർവർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് നമ്മൾ നേരത്തെ നോക്കിയില്ല അല്ലേ? ഓക്കെ, പിന്നെ അഡ്രീനോ ബേസ്ഡ് അറ്റാക്സ് കാര്യങ്ങളുണ്ട്. അഡ്രീനോ ബേസ്ഡ് അറ്റാക്സിൽ കുറേ ഉണ്ട്. സോറി, അഡ്രീനോ അല്ല, അർഡീനോ ആണ്. സോറി, അത് എപ്പോഴും എനിക്ക് തൊള്ളി കിട്ടാത്തൊരു വീടാണ് അർഡീനോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടറിലോട്ട് പോകാം. ഓക്കെ, കണ്ടോ, ജാവ അപ്ലേറ്റ് അറ്റാക്ക് മെത്തേഡ്, വെബ് ജാക്കിംഗ് അറ്റാക്ക് മെത്തേഡ്, അങ്ങനെ കുറേ ഉണ്ട്. HTA അറ്റാക്ക് മെത്തേഡ്, ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ അറ്റാക്ക് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ക്രെഡൻഷ്യൽ അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന സമയത്ത് വെബ് ടെംപ്ലേറ്റ്സ്, സൈറ്റ് ക്ലോണർ ഒക്കെ ഉണ്ട്. ഓക്കെ, സൈറ്റ് ക്ലോണർ ഒന്ന് നോക്കാം. IP അഡ്രസ് ഫോർ ദ പോസ്റ്റ് ബാക്കിൻ അഡ്മിനിസ്ട്രേറ്റർ. ഇഫ് യു ആർ യൂസിങ് എൻ എക്സ്റ്റേണൽ IP, യു നീഡ് ടു ടൈപ്പ് എക്സ്റ്റേണൽ IP. ഓക്കെ, ഇവിടെ പോർട്ട് ഫോർവേഡും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇതും കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മുടെ IP ഒന്ന് കൊടുത്ത് നോക്കാം. എന്തായാലും ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിരിക്കണ്ട. ഓക്കെ, if config it's my IP. Shit. Okay, example, this is a fix set. Enter the URL to clone. നമുക്ക് വേണ്ട URL എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് www.instagram support .in. ഓക്കെ, enable to clone this specific secure internet connection. സോറി, ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ. ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ. what the fuck this man is telling. This could be taken. വെബ് ജാക്കിംഗ് മെത്തേഡ് ഉണ്ട്. വെബ് ജാക്കിംഗ് മെത്തേഡ് തന്നെ എന്തടേ? മൾട്ടി അറ്റാക്ക്
ചെക്കിങ് നേരത്തെ പോലെ തന്നെയാണ് എടുത്ത്. അല്ലല്ലോ, ക്രെഡൻഷ്യലാണ് എടുത്ത്. എല്ലാത്തിലും ഒന്നേ സാധനമാണല്ലോ, കുറച്ച് ഉടായിപ്പാണ് ടൂളത്. ഓ, നമ്മൾ IP കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ IP ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, www.extra.com അടിച്ച് നോക്കാം. എന്തുവാടേ ഇത്, ടൂള് കേടാണ്. കോപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് വെബ് ടെംപ്ലേറ്റ്സ് നോക്കാം. ഓക്കെ, ഇത് ടൂള് കുറച്ച് കൂടായിപ്പോൾ നമ്മളെ നമ്മളെ ടൂളിൻ്റെ പോലെയാണ് ജാവ, റിക്കോർഡ്, ഗൂഗിൾ എഡിറ്റർ ഒന്ന് നോക്കാം. ഓക്കെ, ഓഹോ, നമ്മൾ ബ്രൗസർ എടുക്കാം. ബ്രൗസർ എടുത്തപ്പോൾ നമ്മൾ പോർട്ട് ഫോർവേഡ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ലോക്കലി ആണ്. നമ്മൾ IP ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ പോർട്ട് എത്രയാണ്, ടൂൾ കുറച്ചുകൂടെ ആയി പോയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, പോർട്ട് ഓൺ 18 കിട്ടുമോ നോക്കാം. ഓ ഗൈസ്, കണ്ടോ ഇതിൽ വന്നിട്ടുണ്ട് സൈൻ ഇൻ ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് പോർട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസറിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അടിച്ച സമയത്ത് നോക്കൂ, വേണ്ട ഞാൻ അടിച്ച സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ടോക്കൺ ജനറേറ്റഡൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നേരെ അത് ട്വിറ്ററിലോട്ട് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നൈസ്. ഓക്കെ, നൈസാണ്. ഓക്കെ, പിന്നെ ടെപ്നാപ്പിംഗ് അറ്റാക്ക് മെത്തേഡ്. ഓ ഗൈസ്, സീനേഷ് പേരാണല്ലോ. കണ്ട മോനൂസ, എല്ലാത്തിലും ഒരേതാണ്. സോറി, യു ക്യാൻ ഓൺലി ഗ്ലോ ഓൺ ദ ഓപ്ഷൻ വിത്ത് ടെപ്നാപ്പിംഗ് മെത്തേഡ്. എന്തൊക്കെയാണ് അത്, എനിക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാത്തിലും ഒരേതുണ്ട്, വേറെ എന്തെങ്കിലും സംഭവമാണെന്ന് അറിയില്ല. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇത്രേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക എന്നാണ് പറയുള്ളത്. അപ്പോൾ അടുത്തൊരു കിടിലം കിടക്കാച്ച വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ലവ് യു ഗൈസ്, പാർട്ട് ബൈ ഹാക്ക് ഫയൽസ്.